നമസ്കാരം. ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള അമേരിക്കൻ പിന്തുണയുള്ള ഒരു സംവിധാനം ഉടൻ നടപ്പിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇസ്രയേലിലേക്കുള്ള അമേരിക്കയുടെ പ്രതിനിധി പറഞ്ഞിരുന്നു. എന്നാൽ ഗാസയ്ക്കായി അമേരിക്ക നിർദ്ദേശിക്കപ്പെട്ട സഹായ സംവിധാനത്തെക്കുറിച്ച് വിശകലന വിദഗ്ധരും മാനുഷിക വിദഗ്ധരും ഗുരുതരമായ ആശങ്കകളാണ് ഉയർത്തുന്നത്. ഇത് സാധാരണ മാനുഷിക ചട്ടക്കൂടുകൾക്ക് അപ്പുറത്തേക്ക് പോകുമെന്നും പലസ്തീനികളെ കുടിയിറക്കുക എന്ന ഇസ്രയേലിന്റെ തന്ത്രപരമായ ലക്ഷ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അവർ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അടിയന്തര സഹായം ഉള്ളതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന വീണ്ടെടുക്കലിനോ സുസ്ഥിരമായ ജീവിതത്തിനോ മാർഗമില്ലാത്ത ഒരു സമൂഹമായി ഗാസയെ മാറ്റാനുള്ള സാധ്യത ഈ പദ്ധതി ഉയർത്തുന്നുണ്ട്. നിഷ്പക്ഷമായ ഒരു ദുരിതാശ്വാസ പ്രവർത്തനമായിട്ടാണ് അവർ ഈ സംരംഭത്തെ വിശേഷിപ്പിക്കുന്നതെങ്കിലും ഇതൊരു രാഷ്ട്രീയ ഉപകരണമാണ്. ഇസ്രയേൽ നയത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ലെങ്കിലും അതിനെ പ്രതിഫലിക്കുന്ന ഒരു ഉപകരണമായിട്ടാണ് അവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതേസമയം ഗസയിലെ മാനുഷിക സ്ഥിതി അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശം ക്ഷാമത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണെന്ന് ഐക്യരാഷ്ട്ര സഭ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മാസങ്ങളായി ഇസ്രയേൽ കർശന ഉപരോധം പാലിക്കുകയും അവശ്യ സാധനങ്ങളുടെ പ്രവേശനം കർശനമാക്കി നിയന്ത്രിക്കുകയും ചെയ്ത് വരികയാണ്. മാർച്ചിൽ വെടിനിർത്തൽ കരാറ് തകർന്നതിനെ തുടർന്ന് ഹമാസിനെതിരെ ഇസ്രയേൽ നടപടികൾ ശക്തമാക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണിത്. ഗാസയിലെ മാനുഷിക പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായിരുന്ന ഐക്യരാഷ്ട്ര സഭയുടെ ദുരിതാശ്വാസ പ്രവൃത്തി ഏജൻസിയെ തകർക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രചാരണമായും ഇത് കണക്കാക്കുന്നുണ്ട്. ഫണ്ടിന്റെ അഭാവം, ഉയർന്ന പ്രവർത്തന ചെലവും സങ്കീർണതയും, ഇസ്രയേലി സൈനിക ഇടപെടലിനുള്ള സാധ്യത എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രധാന സംരക്ഷണങ്ങളുടെയും ലോജിസ്റ്റിക്കൽ സുരക്ഷാ സംവിധാനങ്ങളുടെയും അഭാവം ചൂണ്ടിക്കാട്ടി മാനുഷിക മാനദണ്ഡങ്ങളിൽ നിന്നുള്ള പദ്ധതിയുടെ വ്യതിയാനവും വിമർശകർ അടിവരയിടുന്നുണ്ട്. മെയ് പകുതിയോടെ ട്രംപ് ഭരണകൂടം ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു സ്വകാര്യ സ്ഥാപനം രൂപീകരിച്ചിരുന്നു. പ്രദേശത്ത് മാനുഷിക സഹായം എത്തിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇസ്രയേലി സൈനിക സംരക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സുരക്ഷാ സ്ഥാപനങ്ങൾ വഴിയായിരിക്കും സഹായം എത്തിക്കുക. തുടക്കത്തിൽ ഗാസയുടെ വടക്കൻ തെക്കൻ പ്രദേശങ്ങളിൽ വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ആദ്യകാല വിവരങ്ങൾ പ്രകാരം പദ്ധതി 4 സഹായ വിതരണ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചാണ്. തുടക്കത്തിൽ ഈ കേന്ദ്രങ്ങൾ ഏകദേശം 1.2 ദശലക്ഷം ആളുകൾക്ക് ഭക്ഷണം, ശുദ്ധജലം, ശുചിത്വ സാമഗ്രികൾ എന്നിവ നൽകും. ഇത് എൻക്ലേവിന്റെ ജനസംഖ്യയുടെ 60% താഴെ മാത്രമേ ഉൾക്കൊള്ളൂ. എന്നാൽ ഒടുവിൽ ഗാസയിലെ മുഴുവൻ ജനങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. സൈറ്റുകൾ സ്വകാര്യ കരാറുകൾ സുരക്ഷിതമാക്കുകയും ഇസ്രയേലി സേന നിരീക്ഷിക്കുകയും ചെയ്യും. സ്വീകർത്താക്കൾ ഡിജിറ്റൽ സുരക്ഷാ പരിശോധനകൾക്ക് വിധേയരായിരിക്കും. ഗാസയിലെ പലസ്തീൻ എൻജിഒ നെറ്റ്വർക്കിന്റെ ഡയറക്ടർ അംജദ് ഷാവ മുന്നറിയിപ്പ് നൽകുന്നത് ഈ പദ്ധതി സ്വകാര്യ മേഖലയെ ഏതെങ്കിലും വീണ്ടെടുക്കൽ ശ്രമങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ഗാസയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നാടകീയമായി പരാജയപ്പെടുകയും ചെയ്യുമെന്നാണ്.